പരാജയം വേദനിപ്പിക്കുന്നു. അത് അഹങ്കാരത്തെ മുറിവേൽപ്പിക്കുന്നു, ആത്മവിശ്വാസത്തെ ഉലയ്ക്കുന്നു, നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ മിക്ക ആളുകളും ഒരിക്കലും പഠിക്കാത്ത ഒരു സത്യമിതാ: പരാജയം വിജയത്തിന്റെ വിപരീതമല്ല, അത് വിജയത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. നിങ്ങൾ അഭിനന്ദിക്കുന്ന ഓരോ ശക്തമായ ജീവിതവും പാഴാക്കാത്ത തെറ്റുകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആളുകൾ എത്ര തവണ പരാജയപ്പെട്ടുവെന്ന് ചരിത്രം ഓർക്കുന്നില്ല. അവർ നിർത്താൻ വിസമ്മതിച്ചതിനാൽ അവരെന്തായിത്തീർന്നു എന്ന് അത് ഓർമ്മിക്കുന്നു. പുരാതനജ്ഞാനം ഒരിക്കലും എളുപ്പവഴി വാഗ്ദാനം ചെയ്തിരുന്നില്ല. ഭയം പ്രവൃത്തിയെ മരവിപ്പിക്കുന്നതിനാൽ പരാജയത്തെ ഭയപ്പെടുന്ന ഒരാൾ ഇതിനകം പരാജയപ്പെട്ടു എന്ന് ചാണക്യൻ പറഞ്ഞു. കഷ്ടപ്പാട് ശിക്ഷയല്ല, അതൊരു നിർദ്ദേശമാണെന്നാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. പരാജയം ഒരു നിർദ്ദേശമാണ്. നമ്മൾ പരാജയപ്പെടുന്നു എന്നതല്ല പ്രശ്നം. പരാജയത്തെ നമ്മുടെ വ്യക്തിത്വത്തിന്മേലുള്ള ഒരു വിധികൽപ്പിക്കലായി നാം മുദ്രകുത്തുന്നു എന്നതാണ് പ്രശ്നം. ഒരു പരാജയം ഞാൻ ഒരു പരാജയമാണ് എന്നായി മാറുന്നു. ഒരു തിരസ്കരണം ഞാൻ പോരാ എന്നായി മാറുന്നു. ഒരു നഷ്ടം ഞാൻ ശ്രമിക്കുന്നത് നിർത്തണം എന്നായി മാറുന്നു. അവിടെയാണ് മിക്ക ആളുകളും വീഴുന്നത്. പരാജയത്തിലല്ല, വ്യാഖ്യാനത്തിലാണ്. ശക്തമായ മനസ്സുകൾ പരാജയത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു. അവർ ചോദിക്കുന്നു, ഈ അനുഭവം എന്നെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത്? അവർ ആ സംഭവത്തെ തന്നിൽ നിന്ന് വേർതിരിക്കുന്നു. ജീവിതം പരീക്ഷിക്കുന്നത് വളരുന്നവരെയാണ്, സ്തംഭിച്ചിരിക്കുന്നവരെയല്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. പരാജയത്തെ വഴിയിലെ ഒരു കല്ല് പോലെ സങ്കല്പിക്കുക. നിങ്ങൾക്ക് അതിൽ ഇടറി വീണ് പിന്നോട്ട് തിരിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ ചവിട്ടി മുകളിലേക്ക് കയറാം. കല്ല് അനങ്ങുന്നില്ല. അത് എന്തായി തീരണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എല്ലാ വിഷയങ്ങളിലും, എല്ലാ പരിശീലനങ്ങളിലും ക്ഷമയോടെ, അച്ചടക്കത്തോടെ ആവർത്തിച്ച പരാജയങ്ങളുണ്ടായിരുന്നു. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് 100 കണക്കിന് തവണ വീഴുന്നു. ഒരു കായിക താരം വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ തോൽക്കുന്നു. ഒരു നേതാവ് ജ്ഞാനമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. നാണക്കേട്, ആശയക്കുഴപ്പം, നഷ്ടം എന്നിവയിലൂടെ കടന്നുപോകാതെ ആരും പാണ്ഡിത്യം നേടുന്നില്ല. എന്നിട്ടും ആധുനിക സമൂഹം പരാജയം മറയ്ക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രക്രിയകളെയല്ല, ഫലങ്ങളെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ ഫലങ്ങളെയാണ് അഭിനന്ദിക്കുന്നത്, പ്രതിരോധശേഷിയെയല്ല. എന്നാൽ പ്രതിരോധശേഷിയാണ് ഫലങ്ങൾ സൃഷ്ടിക്കുന്നത്. ആശ്വാസം സ്വഭാവത്തെ ദുർബലപ്പെടുത്തുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകി. പ്രതികൂല സാഹചര്യങ്ങൾ മാത്രമേ വിധിന്യായത്തെ മൂർച്ച കൂട്ടൂ. തിരിച്ചടികൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തൂ. പരാജയം ശീലങ്ങളെയും ബലഹീനതകളെയും മിഥ്യാധാരണകളെയും തുറന്നുകാട്ടുമോ? അഹങ്കാരം പരിശ്രമത്തിന് പകരം വയ്ക്കുന്നിടത്ത് കുറുക്കുവഴികൾ, അച്ചടക്കത്തിന് പകരം വയ്ക്കുന്നിടത്ത്, പ്രത്യാശ തന്ത്രത്തിന് പകരം വയ്ക്കുന്നിടത്ത് വിജയം നിങ്ങൾ കാണുന്നു. പരാജയത്തോട് സത്യസന്ധത പുലർത്തിയാൽ അത് നിങ്ങൾക്ക് ഒരു ഉപദേഷ്ടാവായി മാറുന്നു. നിങ്ങൾ സ്വയം കള്ളം പറഞ്ഞാൽ അത് ഒരു മുറിവായി മാറുന്നു. മിക്ക ആളുകളും ഒരേ പരാജയം ആവർത്തിക്കുന്നത് അവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വിസമ്മതിക്കുന്നതുകൊണ്ടാണ്. അവ സ്വഭാവത്തെയല്ല, സാഹചര്യങ്ങളെയാണ് മാറ്റുന്നത്. അവർ ഭാഗ്യത്തെയോ ആളുകളെയോ സമയത്തെയോ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ജ്ഞാനം കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. മുന്നോട്ടു പോകാൻ ഞാൻ എന്തായിരിക്കണം? മുന്നോട്ടു പോകാൻ ഞാൻ ആരായിത്തീരണം? ഇവിടെയാണ് പരാജയം ഒരു ചവിട്ടുപടിയായി മാറുന്നത്. പ്രചോദനം കൊണ്ടല്ല, പോസിറ്റീവ് ചിന്തയിലൂടെയല്ല, പക്ഷേ പരിവർത്തനത്തിലൂടെ വിജയിക്കുന്നു. പരാജയം അപ്രത്യക്ഷമായതുകൊണ്ടല്ല നിങ്ങൾ എഴുന്നേൽക്കുന്നത്. പരാജയത്തിന് ശേഷം നിങ്ങൾ മാറിയതുകൊണ്ടാണ് നിങ്ങൾ ഉയരുന്നത്. പരാജയത്തിന് ശേഷമുള്ള നിശബ്ദത ശക്തമാണ്. ഇത് പ്രതികരണത്തിനു പകരം പ്രതിഫലനത്തെ അനുവദിക്കുന്നു. അത് വേദനയ്ക്കും തീരുമാനത്തിനുമിടയിൽ ഒരിടം സൃഷ്ടിക്കുന്നു. ബുദ്ധൻ അവബോധത്തിന് പ്രാധാന്യം നൽകി. അഹങ്കാരം ആഗ്രഹിക്കുന്ന രീതിയിൽ കാണാതെ കാര്യങ്ങൾ ഉള്ളതുപോലെ കാണുക. സ്വയം വെറുപ്പില്ലാതെ ശാന്തമായി പരാജയം നിരീക്ഷിക്കുമ്പോൾ വ്യക്തത ദൃശ്യമാക്കും. നിങ്ങൾ പാറ്റേണുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഊർജം ചോർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവസരങ്ങളായി വേഷം മാറിയ ശ്രദ്ധാശൈഥില്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നു.
പരാജയം ജീവിതത്തെ ലളിതമാക്കുന്നു. അത് വ്യാജ സുഹൃത്തുക്കളെയും തെറ്റായ ലക്ഷ്യങ്ങളെയും തെറ്റായ ആത്മവിശ്വാസത്തെയും ഇല്ലാതാക്കുന്നു. അത് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് പിന്നിൽ അവശേഷിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പല വിജയികളും പറയുന്നത് അവരുടെ ഏറ്റവും മോശം പരാജയങ്ങളാണ് തങ്ങളെ രക്ഷിച്ചതെന്ന്. അംഗീകാരത്തിനായുള്ള ശ്രമം അവർ നിർത്തി. വളർച്ചയുടെ കുതിപ്പ് അവർ നിർത്തി. പുരോഗതിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് അവർ നിർത്തി. പരാജയം നിങ്ങളെ മന്ദഗതിയിലാക്കുന്നു. മന്ദഗതി പലപ്പോഴും ശരിയായ ദിശ വെളിപ്പെടുത്തുന്നു. ഓർക്കുക, ഒരു ചവിട്ടുപടിയും സുഖകരമല്ല. അത് കഠിനവും പരുക്കനും അസ്ഥിരവുമാണ്. എന്നാൽ അത് അപകടകരമായ ഒരു സ്ഥലം മറികടക്കാൻ അനുവദിക്കുന്നു. ജീവിതം നിങ്ങൾക്ക് പരാജയം നൽകിയെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നീങ്ങുകയായിരുന്നു എന്നാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരിക്കലും പാറകളിൽ പതിക്കില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കരുത്. ഇത് എന്തിനു വേണ്ടിയാണ് ഒരുക്കുന്നത് എന്ന് ചോദിക്കൂ. പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തിടുക്കം കൂട്ടരുത്. അതിൽ ഉറച്ചു നിൽക്കുക. പ്രശ്നങ്ങൾ ബാലൻസ് ചെയ്യുക. അത് നിങ്ങൾക്ക് നൽകുന്ന ഉയരത്തിൽ നിന്ന് പഠിക്കുക. കാരണം ഇന്ന് നിങ്ങളെ താഴ്ത്തുന്ന അതേ പരാജയം നാളെ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന കഥയായി മാറും. ഒരു ദിവസം ആളുകൾ നിങ്ങളുടെ ശക്തിയെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങളുടെ കാലിനടിയിലെ കല്ലുകൾ അവർ കാണില്ല. എന്നാൽ നിങ്ങൾ അവ ഓരോന്നും ഓർക്കും. പരാജയം ഒരിക്കലും നിങ്ങളുടെ ശത്രുവായിരുന്നില്ല. അത് വേഷം മാറി വരുന്ന വഴിയായിരുന്നു. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.